നമസ്കാരം. ഒരു നാറി അവന് ഊക്കാൻ കിട്ടാഞ്ഞിട്ട് ഒരു പെൺകുട്ടിനെ പറ്റി അപവാദം പറഞ്ഞ് നടന്നു. അതേപോലെ തന്നെ ഒരു വൃത്തികെട്ടവൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ ഭാര്യ വേശ്യയായി മാറി. ഈ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവന് 2-3 പെങ്ങന്മാരുണ്ടായി. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. റോട്ടിൽ പോവും, എല്ലാ നേരം വന്ന് തിന്നും, വെള്ളം അടിക്കും. അപ്പോൾ ഇവന് കൂട്ടുകാരൊന്നും വല്ലാണ്ട് അടുപ്പിക്കില്ല. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അന്ന് പൈസ ഇല്ലെങ്കിൽ ഫ്രണ്ട്സില്ല. ഇവന് പണിക്കൊന്നും പോകുന്ന ശീലമില്ല. ഇവനെന്ത് ചെയ്യും, വീട്ടിലുള്ള ഒരേ സാധനങ്ങൾ കൊണ്ട് വിൽക്കും. എത്ര പൈസ ഉണ്ടായാലും വൈകുന്നേരം ആകുമ്പോൾ കാലിയാവും. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്, അത് കുറേശ്ശൊക്കെ വിൽക്കൽ തുടങ്ങി. ചില്ലറ പൈസക്ക് അന്നൊന്നും സ്ഥലത്തിന് വലിയ വിലയില്ല. ഇടയ്ക്ക് അടിപിടി ഇതിലൊക്കെ പെടലുണ്ട്, പോലീസ് സ്റ്റേഷൻ കയറും. അതൊക്കെ പിന്നെ ഇവൻ്റെ മദർ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, ഏതെങ്കിലും നേതാക്കന്മാർക്കൊക്കെ പൈസ കൊടുത്ത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എപ്പോഴും നമ്മൾ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഏത് വൃത്തികെട്ടവനായാലും പെണ്ണ് കെട്ടിയാൽ നന്നാവും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സാധുവിനെ കൊണ്ടുവന്ന് പെടുത്തു. അതേപോലെ ഒരു പെണ്ണിനെ ഇതേപോലെ പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടി നല്ല എന്താ പറയുക, ആ വിവാഹ വേഷത്തിലൊക്കെ. ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുത്തതാണ്. പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹം ആശീർവദിക്കുമ്പോഴേക്കും ആ പെണ്ണ് നിൽക്കണം. അപ്പം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവനാണല്ലോ ഈ പെണ്ണിനെ കെട്ടണേ. നല്ലൊരു പൂവമ്പഴം പോലത്തെ കളറുള്ള പെണ്ണും. പെണ്ണ് കെട്ടി ഇവനെവിടെ നന്നാവണ്? ഇവനൊരു പ്ലാനും ഇല്ല നന്നാവണത്. ഇപ്പോൾ സ്ഥലങ്ങൾ കുറച്ച് വിൽക്കലോടി. ആ വിറ്റ പൈസക്കൊക്കെയാണ് കല്യാണം ഒന്ന് ഉഷാറാക്കി. ഇങ്ങനെ കാലക്രമേണ ഇവന് വിൽക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും ആൾക്കാർ വില കാണണില്ല, വഴിയില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ പിന്നെ ഇവനെന്ത് ചെയ്ത് ഒരു എളുപ്പപ്പണിയെടുത്ത്. അന്നൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഈ ഗോതിരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചാരായം ഇറക്കി കൊടുക്കുക. 5 ലിറ്റർ 10 ലിറ്ററിൻ്റെ ക്യാനിൽ. അപ്പം അന്നും ചില വീടുകളിലൊക്കെ ചാരായം റീറ്റെയിൽ വിൽപ്പന ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബാറിലൊക്കെ പോയി കുടിക്കണ മതി. ഒരു വീട്ടിലെ അടുക്കളൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് ഇത്ര പൈസ ഞങ്ങൾ കൊടുത്താൽ കുടിച്ച് പോരാ. അത് റീറ്റെയിൽ വിൽപ്പന. ഈ വിൽക്കണ ആൾക്കാർ പണ്ട് വാറ്റിയായിരുന്നു വിൽക്കൽ. ഇത് റിസ്ക്കില്ല, സാധനം കൊണ്ടുവന്ന് തരും, വില കുറച്ച് ഇവർക്ക് വിൽക്കാം, നല്ല ലാഭം ഉണ്ടാവും. അപ്പോൾ ഇവനിതിൻ്റെ റീറ്റെയിൽ ഏജൻറ്റാണ്. റീറ്റെയിലല്ല, ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന ആൾ. അങ്ങനെ ഇവൻ കുറച്ച് പൈസയൊക്കെ കയ്യിൽ വന്ന് ഇവൻ്റെ അടുത്ത് നിൽക്കുക. ഇവൻ ആ പൈസക്ക് ബാറിൽ പോയി കുടിക്കും. അപ്പോൾ കുറച്ചും കൂടി ലാവിഷായി. അങ്ങനെ എന്തിനു പറയണം, ഒരു ദിവസം ഇവനെ പോലീസ് പിടിച്ചപ്പോൾ അളവിൽ കവിഞ്ഞ സാധനങ്ങളുണ്ട്. അവരോട് തട്ടിക്കയറ്, എന്തൊക്കെ പ്രശ്നമായി. അവർ വലിയ വകുപ്പൊക്കെ ചാർജ് ചെയ്ത് പിന്നെ എക്സൈസിന് ഹാൻഡ് ഓവർ ചെയ്ത്. എക്സൈസിൻ്റെ കേസുണ്ട്, പോലീസിനെ ആക്രമിച്ച കേസ്. ഇവൻ ജയിലിലായി, ജാമ്യമൊന്നും കിട്ടിയില്ല. അങ്ങനെ ആയി വീട്ടിൽ ദാരിദ്ര്യം കൊടി കുത്തി വാഴാൻ തുടങ്ങി. മനുഷ്യന് വിശന്നാൽ വലിയ കേസ് തന്നെ. ഒരു വരുമാനമില്ല, വീടുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര പട്ടിണി. അമ്മയുണ്ട് വീട്ടിൽ, ഒരു രക്ഷയില്ല. അപ്പം ഈ പെണ്ണ് ഈ മരുവൾ ഞാനായിട്ടൊക്കെ നല്ല പരിചയം, നല്ല ബന്ധമാണ്, അടുത്ത ബന്ധമാണ്. അങ്ങനെ അവള് രസം എന്നോട് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താ വെച്ച്, എനിക്കൊരു ഹെൽപ്പ് വേണ്ടിയിരുന്നത്. എന്ത് ഹെൽപ്പ് വെച്ച്, സാമ്പത്തികമാണ്, വീട്ടിലൊന്നുമില്ല. എൻ്റെ സ്വർണ്ണമൊക്കെ അയാൾ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. എനിക്ക് എൻ്റെ കഴുത്തിലും കാതിലൊക്കെ ഉള്ള വരവാണ്, സ്വർണ്ണമൊന്നുമില്ല. കുറച്ച് പൈസ തരണം. അയാൾ ജയിലിലാണ്, അറിയാലോ, ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പൈസ സഹായിച്ച്. ഞാൻ പറയാം, എപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൈസ വാങ്ങും, ഞായറാഴ്ച ഇറച്ചിക്ക് പൈസ കൊടുക്കും. അങ്ങനെ ഞാൻ കണക്ക് നോക്കാറില്ല. അങ്ങനെ ഒരു ദിവസം ഇവിടെ എന്നോട് പറഞ്ഞേ, ഒരു വളഞ്ഞ റൂട്ടിലാണ്, നിങ്ങൾ
എന്നെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു ഇൻഡയറക്റ്റായിട്ട് എന്നോട് പറഞ്ഞു. അതായത് ഈ പൈസ തരണതിന് പ്രത്യുപകാരമായിട്ട് അവളുടെ അടുത്ത് പകരമൊന്നും തരാനില്ല എന്ന്, ശരീരം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ, ഒരാൾ ഗതികെട്ട് നിൽക്കുമ്പോൾ അവിടെ കയറി സാന്ത്വനം ഇട്ട് ഇളക്കണ ആളല്ല ഞാൻ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വേറെ ഞാൻ നടത്തിക്കോളാം. നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാണ്ട് നിൽക്കുമ്പോൾ നിനക്ക് ഞാൻ പൈസ സഹായിച്ചിട്ട് നിന്നെ പണിയെടുത്താൽ പിന്നെ ഞാനും വേറെയുള്ള ആൾക്കാരായിട്ട് എന്താ വ്യത്യാസം? നീ അതെന്നോട് പറയണ്ട. എനിക്ക് ഞാൻ പുണ്യാളനായിട്ടൊന്നുമല്ല നിന്നെ പോലത്തെ നല്ല പൈങ്കിൾ പോലത്തെ പണിനെ കിട്ടി അടിക്കുക എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ സിറ്റുവേഷൻ ഇതാണ്. ഒരിക്കലും നിന്നെ പരിപാടി എടുക്കൽ ഈ ബേസിലാവരുത്. അതെനിക്ക് പറ്റില്ല. വേറൊന്നും വിചാരിക്കണ്ട. ഏത് ആളും ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയാൽ വിടില്ല. പക്ഷേ എനിക്ക് ചില പോളിസി ഉണ്ട് എൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് പുണ്യാളനായിട്ടൊന്നും അല്ലാതെ അങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തെണ്ടി, ഞങ്ങളുടെയൊക്കെ റിലേഷൻ തന്നെ, ഇവൻ എന്നെ ഇവളെയും കൂട്ടി അവിടെ കണ്ടു ഇവിടെ കണ്ടെന്നും പറഞ്ഞ് പരാതിയല്ല, ഈ പരദൂഷണം, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കൽ. ഇങ്ങനെ പലരും കേട്ട് എൻ്റെ ചെവിയിലെത്തി. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടക്കണ്ടല്ലോ, അയാളുടെ ഭാര്യ മത്സരിച്ച് ഇങ്ങനെ നമ്മളെ പറ്റി പറയണ്ടല്ലോ. ഇയാളുടെ വൈഫും പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞേ, അവനൊരു ദിവസം എന്നോട് ചോദിച്ച്, ഞാൻ ആട്ടി വിട്ട് ചീത്ത പറഞ്ഞ് ഓടിച്ച്, നല്ല തെറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ്റെ അയൽവാസി ചേട്ടത്തിനോടും പറഞ്ഞ് ആ വൈരാഗ്യം തീർക്കുകയാണ് പറയും. അത് ശരി, ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തോളാം പറയും. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച രണ്ടാമത്തെ കുർബാന കഴിഞ്ഞിട്ട് ഇവൻ കല്ല് ഷാപ്പിൽ പോയി 2 കുപ്പി കള്ള കുടിച്ച് ഇവൻ്റെ വീടിൻ്റെ ഇടവഴിക്കാണ് പോവുക. ഞാൻ നേരെ ബാക്കിൽ പോയി അവിടെ നിൽക്കാൻ പറയും. അപ്പോൾ ഒരു സൈഡിൽ മതിലാണ്, അവനോട് അവിടെ നിൽക്കാറ്. അപ്പോൾ അപ്പം തന്നെ അവന് പേടിയായി, സുഖേട് മനസ്സിലായി ഞാൻ ചെല്ലണം എന്തിനാണ്. അല്ല, ഞാൻ ആ പെണ്ണും തമ്മിൽ മറ്റേ പരിപാടിയാണെന്ന് നീ ഇങ്ങനെ പറഞ്ഞു നിൽക്കണ്ടല്ലോ, നീ ഞങ്ങളവിടെ കണ്ട് ഇവിടെ കണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കൊട്ടിപ്പാടി നടക്കണ്ടല്ലോ, നീ എവിടെ നടമേര ഞങ്ങളെ കണ്ടേച്ച്. അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. എടാ മൈര, നീ ആ പെണ്ണിനോട് കളിക്കാൻ ചോദിച്ചിട്ട് നിന്നെ അവൾ ശരി പറഞ്ഞ്, നിൻ്റെ അയൽവാസിനോട് ഈ പെണ്ണ് കംപ്ലൈൻറ്റ് പറഞ്ഞ്, അതല്ല നീ നിൻ്റെ പെണ്ണും മത്സരിച്ച് ഇങ്ങനെ തൂറി നാറ്റിക്കണ 2 നാട് കൊടുത്ത് മോന്തക്ക്. ഇനി മേലാൽ നിൻ്റെ വായിന്ന് എന്നെപ്പറ്റി അവളെപ്പറ്റിയും കൂട്ടി എന്തെങ്കിലും ഒരു വാക്ക് വീണെന്ന് പറഞ്ഞാൽ അടിച്ച് നിൻ്റെ പണ്ട ഞാൻ പുറത്തേ അടിക്കും. കേട്ടണം ചോദിച്ചു. അതിന് 2 ഇംഗ്ലീഷും പറഞ്ഞ് ഇവൻ പേടിച്ച് വിറച്ച് ഇവൻ തടി സലാമത്താക്കി. അപ്പോൾ ഇവളുടെ ചിലവുകൾ പിന്നെ അധികരിച്ച് വരിക. പൈസ തികയാനില്ല, വീട്ടിൽ ഒരേ അസുഖങ്ങളും പ്രശ്നങ്ങളും. അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്തൊരു ചേടത്തിയുണ്ട്, ബ്രോക്കർ. ഈ ചേടത്തി ഇവളോട് പറഞ്ഞ്, പൈസ ഉണ്ടാക്കാൻ വഴിയൊക്കെ ഉണ്ട്, നീ എറണാകുളത്ത് വന്നാൽ മതി, നമുക്ക് അതിന് പറ്റിയ ആൾക്കാരുണ്ട്, മുതലാളിമാരുണ്ടെന്നൊക്കെ പറയും. നോക്കണ ഒരു പെണ്ണിൻ്റെ ഗതികേട്. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞേ, നമ്മളെ പറ്റി ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളോടൊന്നും ഞാൻ മേടിക്കണില്ല, ഞാൻ എങ്ങനെയാലും ജീവിച്ചോളാം. ആ ചേടത്തി എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എറണാകുളത്ത് പോയാൽ നല്ല മുതലാളിമാരൊക്കെ ബന്ധപ്പെട്ട പൈസ കിട്ടുമെന്ന്. ഒരു ഹെൽപ്പ് ചെയ്യണം, നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും എന്നെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇത് കൊണ്ടായിക്കോട്ടെ ആദ്യം, ഏതായാലും ഞാൻ ഇതിന് ഇറങ്ങാൻ പോവാം. ഒന്നും തോന്നരുത്, ഈ വേറൊരു പണി എനിക്കറിയില്ല, ഞാൻ ഈ പണിക്ക് ഇറങ്ങാൻ പോവാം, എനിക്ക് ജീവിക്കണം. അപ്പം ഞാൻ പറഞ്ഞേ, എൻ്റെ തീരുമാനം അതാണെങ്കിൽ നീ പോയിക്കോ. അതിന് ഞാനും ഫസ്റ്റിൽ നിന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് എന്തുദ്ദേശത്തിലാ ചെയ്യുക? അതൊന്നും കൊണ്ടല്ല, ഒരു ഉദ്ദേശം എനിക്കില്ല. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു മോശം കണ്ണും കൊണ്ട് എന്നെ കാണാതെ അല്ലെങ്കിൽ ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എത്രയാണ് എനിക്ക് നിങ്ങൾ തന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പുണ്യാളിലൊന്നും അല്ല, എന്നെപ്പോലത്തെ ഒരു സാധനത്തിനെ കിട്ടിയാൽ ഞാൻ അടിക്കുമെന്ന്. ആയിക്കോട്ടെ, ഞാൻ റെഡിയാണ്. അപ്പോൾ എനിക്കൊന്നും സേഫായിട്ടുള്ള സ്ഥലമുണ്ട്, ഞാൻ അവളെ കൊണ്ടുപോയി പകലേ വരുള്ളൂ എന്ന് പറഞ്ഞു.
ഒരു കുഴപ്പമില്ലാതെ ഞാൻ കൊണ്ടുപോയി. അന്നാണ് ഞാൻ അവളെ ആ ഒരു സെക്ഷുവലായിട്ടുള്ള അട്രാക്ഷനിൽ ഞാൻ അവളെ തൊട്ടതും കാണാൻ ശ്രമിച്ചതും. ഫസ്റ്റിൽ എനിക്കൊരു കുറ്റബോധമൊക്കെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കണ്ടായി. പിന്നെന്താ ഞാൻ വിചാരിച്ച് ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അവൾ പൂർണ്ണ മനസ്സോടുകൂടി തരാൻ വന്നതാണ്. നല്ലോണം അടിച്ചു കൊടുക്കുക വിചാരിച്ച് അവളെ ഞാൻ പൂർണ്ണ നഗ്നയാക്കി. അതിനു മുമ്പ് അവളുടെ ബ്രേസിയർ, പാവാട, സാരിയൊക്കെ കഴിച്ച് ഷഡ്ഡി മാത്രം ഇട്ട് മഞ്ഞ കളറിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സാധനം മുതലുണ്ട്. ആ കിട്ടിയത് ആ കൊള്ളിയുടെ കയ്യിലല്ലേ. അപ്പോൾ ശരിക്കും അവളെ പരിപാടിയൊന്നും എടുത്തിട്ടില്ല. അവളെന്നോട് പറഞ്ഞ് വൈകുന്നേരം അവളും കളിച്ച്. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ അങ്ങനെ പരക്കെ കൊടുത്ത് നടക്കണ്ട, എന്തെങ്കിലും അസുഖമൊക്കെ പിടിച്ചാലാ. നീ കുറച്ച് നാളും കൂടി ക്ഷമിക്കാവും വരുവോളം. അതുവരെ നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്നുവെച്ചാൽ നീ എനിക്ക് എപ്പോഴും തരണമെന്നല്ല. അപ്പോൾ അവൾ പറഞ്ഞു അത് ശരിയാവില്ല, കാരണം നിങ്ങൾക്ക് തരണതിനൊരു പരിധിയുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ അത്രയൊന്നുമല്ല. ഞാനും ഇന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. പിന്നെ ഞാൻ നിർബന്ധിച്ചാലേ ഞാൻ കീപ്പായിട്ട് വെക്കാൻ വേണ്ടി. പിന്നെ അത്ര മോശം പരിപാടിയൊന്നുമില്ല ഈ പെണ്ണ് ആണിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ. രണ്ട് മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകണേ ഉണ്ടായിക്കോട്ടെ, എന്നാൽ ആയിക്കോട്ടെ. വേറെ ഒന്നുണ്ട്. അവൾ ആ ഫീൽഡിൽ ഇറങ്ങിയാൽ പിന്നെ ഞാൻ അവളെ തൊടൂല, അത് വേറെ കാര്യം. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അവളോട് തുറന്നു പറഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ നീ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ ഞാനായിട്ട് റിലേഷൻ ഉണ്ടാവില്ല. റിലേഷൻ ഉണ്ടാവും, ഈ പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, ഏതായാലും നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കട്ടെ. ഒരു പ്രാവശ്യം അത് നടന്നല്ലോ. അപ്പോൾ അവൻ വരുവോളം നിനക്ക് ജീവിക്കണ്ടേ, നീ തുടങ്ങിക്കോ പറഞ്ഞു. ഉദ്ഘാടനമൊക്കെ എൻഗേമായിരുന്നു. അവൾ നല്ല പൈസ ഉണ്ടാക്കി, സ്വർണ്ണമാല ഉണ്ടാക്കി, വള ഉണ്ടാക്കി, ഒക്കെ ഉണ്ടാക്കി സുന്ദരമായിട്ട് ജീവിച്ച്. അവൻ വന്നിട്ട് എന്താ പിന്നെ കള്ളുകൂടിയും പ്രശ്നങ്ങളും ജയിലും. അവസാനം അവൾ എന്ത് ചെയ്യുന്നറിയോ, ഭാഗ്യത്തിന് പിള്ളേരുണ്ടായില്ല, ഒഴിവാക്കി. അവളൊരു പണിയും പഠിച്ചല്ല, ജീവിക്കാനത് പോരെ. ഇവനെ ആ കുടുംബത്തിനെ താങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവൾ തടിയെടുത്തു. നിയമപരമായിട്ട് അവർ സെപ്പറേറ്റായി. ഇപ്പം എവിടെയാണ് എന്താ ജീവനോടുണ്ടാവും ഒന്നും അറിയില്ല. മനുഷ്യൻ്റെയൊക്കെ ഒരു കാര്യം അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ കളിച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്നെ നിർബന്ധിച്ചിട്ടാണ്, അല്ല ഞാൻ കൊടുത്ത പൈസ മുതലാക്കിയതല്ല. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. നമസ്കാരം.